30 ലക്ഷത്തിന് മുകളിൽ നമ്മൾ സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫർമേഷൻ പോകുമെന്നുള്ളതാണ്. നമ്മൾ ഈ 30 ലക്ഷത്തിന്റെ ഇൻകം സോഴ്സ് നമ്മൾ IT ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് നോട്ടീസ് വരും. ഈ നോട്ടീസ് വരുന്ന 3 വർഷം കഴിഞ്ഞിട്ടും ആ നോട്ടീസ് വരാം എന്നുള്ളതാണ്. ഇത് 50 ലക്ഷത്തിന് മുകളിലാണ് നമ്മൾ ലാൻഡ് വാങ്ങുന്നതിൽ 10 വർഷത്തിനുള്ളിൽ വരെ നോട്ടീസ് വരാം എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ലാൻഡ് വാങ്ങുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിന്റെ സോഴ്സ് എവിടുന്ന വ്യക്തമായിട്ട് നമ്മൾ രേഖകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കടം വാങ്ങിയിട്ടാവാം, അതില്ലെങ്കിൽ ഗോൾഡ് വിറ്റിട്ടാവാം, അതുമല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതൊക്കെ ആവാം. ഏത് രീതിയിലാണ് ഫണ്ട് വന്നത് എന്നുള്ള വ്യക്തമായിട്ട് നമ്മൾ രേഖകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് ബാങ്ക് ത്രൂ തന്നെ നമ്മൾ എല്ലാ ഇടപാടുകളും നടത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഒരു CA-കാരനെ കണ്ട് അഡ്വൈസ് തേടി നമ്മൾ ഇന്ന രീതിയിലാണ് നമ്മുടെ ഫണ്ടുകൾ വന്നിട്ടുള്ളത്, നമ്മുടെ ഓൺ ഇൻകം സോഴ്സ് മാത്രമല്ല എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് കാണിച്ച് അതിന് ആ ലെറ്ററിന് റീപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റീപ്ലൈ കൊടുക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ ഫൈൻ അതിന് വരും എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. താങ്ക്